വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ കമ്മീഷൻ കഴിഞ്ഞെങ്കിലും വിവാദ തിരകൾ അടങ്ങുന്നില്ല. പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ ബിജെപിക്ക് എന്ത് അവകാശമെന്ന് ചോദിച്ച സിപിഎം മുഖപത്രമായ ദേശാഭിമാനി ബിജെപി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പിൻവാതിലൂടെയാണ് ഉദ്ഘാടന വേദിയിൽ ഇരിപ്പിടം തരപ്പെടുത്തിയതെന്നും വിമർശിച്ചു. പിണറായി സർക്കാർ 9 വർഷം ചിട്ടയോടെ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ പൂർണ്ണ ക്രെഡിറ്റ് എന്നും മുഖപ്രസംഗത്തിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം നൽകിയ പരസ്യത്തിൽ പ്രധാനമന്ത്രിക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ ചിത്രവും പ്രത്യക്ഷപ്പെട്ടതും ശ്രദ്ധേയമായി. ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിച്ച നേതാക്കൾ ആരും ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാത്തതിനെ വിമർശിച്ച ശശി തരൂർ അത് പറയാൻ ഉദ്ദേശിച്ച തനിക്ക് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചില്ലെന്നും പറഞ്ഞു. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, വിഴിഞ്ഞത്തെ വിവാദത്തിര എന്തായാലും അടങ്ങുന്നില്ല. അവിടെ വികസനത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വശത്ത് ചർച്ച ചെയ്യുമ്പോഴും ഈ പിതൃത്വവുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്നിപ്പോൾ ദേശാഭിമാനിയുടെ മുഖപ്രസംഗം, ഒപ്പം ശശി തരൂർ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പരാമർശിക്കാത്തതിലെ ശശി തരൂരിന്റെ പരിഭവം, ഇതൊക്കെയാണ് ഇന്ന് പ്രധാനമായും വാർത്തയായി വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവകാശവാദവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇനിയും അവസാനിക്കില്ല. കാരണം വിഴിഞ്ഞം തുറമുഖം ഇന്നലെ ഉദ്ഘാടനത്തോടുകൂടി അതിന്റെ നേട്ടങ്ങളും അല്ലെങ്കിൽ നേട്ടം ലഭിക്കാതെ പോയവരുടെ പരിഭവമൊന്നും മാറാൻ പോകുന്നില്ല. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇടതുമുണ്ട് പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി വിഴിഞ്ഞം തുറമുഖം മാറും. ഏറ്റവും വലിയ നേട്ടമായി ഉയർത്തിക്കിട്ടാൻ പോകുന്നു. പക്ഷേ അതിനുമുമ്പ് ദേശീയപാത പണി പൂർത്തിയാകുമെങ്കിലും ദേശീയപാതയ്ക്കൊപ്പമോ ഒരുപക്ഷെ അതിനു മുകളിലോ വിഴിഞ്ഞത്തെയാകും ഇടതുമുന്നണി ഭരണ നേട്ടമായി ഉയർത്തിക്കാട്ടുക. അത് തിരിച്ചറിഞ്ഞാണ് അതിന്റെ ക്രെഡിറ്റ് അങ്ങനെ വിട്ടുകൊടുക്കാതിരിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ UDFും അതുപോലെ BJPയും നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് അത്തരം ഉമ്മൻചാണ്ടിയുടെ പങ്ക് ഓരോ ദിവസവും ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള കോൺഗ്രസ് നേതാക്കളുടെ നീക്കങ്ങൾ. ശശി തരൂറിന്റെ സാമൂഹ്യ മാധ്യമ കുറിപ്പിലും അത് വ്യക്തമാക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ പങ്ക് പരാമർശിക്കാതെ പോയത് ശരിയായില്ല. പ്രസംഗിച്ചവർ 3 പേരാണ് പ്രസംഗിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തുറമുഖ മന്ത്രി VN വാസവനും. തനിക്ക് പ്രസംഗിക്കാനുണ്ടായിരുന്നു, പക്ഷേ തനിക്ക് അവസരം കിട്ടിയില്ല. പ്രോട്ടോകോൾ പ്രകാരം അതിനുള്ള അനുമതി ഇല്ലായിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങൾ ഇനിയും പറയുമെന്ന് വ്യക്തമാക്കുകയാണ് ശശി തരൂർ ചെയ്തത്. കോൺഗ്രസിലെ മറ്റു നേതാക്കളും ഉമ്മൻചാണ്ടി ഒഴിവാക്കിയതിലെയും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാതെ പോയതിലും അതൃപ്തി ശക്തമായി തന്നെ പറയാൻ തയ്യാറെടുക്കുകയാണ്. ദേശാഭിമാനിയും CPM ആകട്ടെ മറുവശത്ത് ഇത് ഇടതു സർക്കാരിന്റെ നേട്ടം തന്നെയാണ്. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിശ്ചയദാർഢ്യമെന്ന് സ്ഥാപിക്കാനാണ് കൂടുതൽ ശ്രമിക്കുന്നത്. മറുഭാഗത്ത് BJPയുടെ പ്രശ്നം രാജീവ് ചന്ദ്രശേഖരന്റെ വേദിയിലെ ഇരിപ്പിടവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് പിൻവാതിലൂടെ തരപ്പെടുത്തിയെന്ന വിമർശനമാണ് ദേശാഭിമാനി CPMന്റെ മുഖപത്രം മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറിയും മന്ത്രി മുഹമ്മദ് റിയാസും ഒക്കെ രൂക്ഷമായ വിമർശനം രാജീവ് ചന്ദ്രശേഖരന് ഇരിപ്പിടം അനുവദിച്ച പ്രധാനമന്ത്രിയുടെ ഓഫീസിനുമെതിരെ ഉയർത്തിയിരുന്നു. ഏതായാലും ആ വിവാദങ്ങളും തുടരുകയാണ്. ഒരു തരത്തിലും ഈ വിഷയങ്ങൾ ഇപ്പോഴും അവസാനിക്കാൻ പോകുന്നില്ല. വിഴിഞ്ഞം അത്രയധികം പ്രാധാന്യത്തോടെയാണ് സംസ്ഥാനത്തെ 3 മുന്നണികളും കാണുന്നത്. അതിന്റെ നേട്ടം ആർക്ക് ജനങ്ങൾ നൽകുമോ അതിന്റെ ക്രെഡിറ്റ് മുഖ്യമന്ത്രി പറഞ്ഞ ജനങ്ങൾ ക്രെഡിറ്റ് തീരുമാനിച്ചുകൊള്ളുമെന്ന ആത്മവിശ്വാസമാണ് ഇടതുമുന്നണിക്ക് തന്നെ നൽകുമെന്ന ആത്മവിശ്വാസം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചിരുന്നു. ആ ക്രെഡിറ്റ് തങ്ങൾക്ക് കിട്ടാൻ വേണ്ടി 3 മുന്നണികളും കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പാണ്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞം അത്രയേറെ ഇമ്പാക്ട് ഉണ്ടാക്കുമെങ്കിൽ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അത്ര പെട്ടെന്ന് അവസാനിക്കില്ല എന്ന് എന്തായാലും ഉറപ്പിക്കാം. ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ പരസ്യം വരുന്നു, ദേശാഭിമാനിയുടെ മുഖപ്രസംഗം വരുന്നു, ശശി തരൂരിന്റെ പോസ്റ്റ് വരുന്നു. ഇനി ഇന്നത്തെ ദിവസം എന്തൊക്കെ വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.